മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് നീലേശ്വരത്ത് പാർട്ടി ഗ്രാമത്തിൽ ഒരു കുടുംബത്തെ CPM ഊരുവിലക്കിയത്. ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ വിശദീകരണവുമായി CPM രംഗത്തെത്തിയിട്ടുണ്ട്. ഊരുവിലക്കിയിട്ടില്ല എന്നാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഇതേക്കുറിച്ചുള്ള വിശദീകരണം നൽകിയത്. കാസർഗോഡ് രാധയുടെയും കുടുംബത്തിന്റെയും വീട്ടിൽ അവിടെ തേങ്ങയിടാൻ വന്ന ആളുകളെ CPM അതിന് അനുവദിച്ചില്ല എന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അവർക്ക് തേങ്ങയിട്ട് അതിന്റെ ആദായം എടുക്കുവാൻ പോലും അവസരം നൽകുന്നില്ല, അതിൽ ഊരുവിലക്കുകയാണ് CPM എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് ആ കുടുംബം പരാതിയായിട്ട് പോലീസിനും നൽകിയിട്ടുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് DYSPക്ക് ഇതേക്കുറിച്ചുള്ള പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു. തേങ്ങയിടുന്നത് പാർട്ടി അംഗങ്ങളടങ്ങുന്ന സംഘം തടയുന്നതിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. ഇതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ KV ബൈജു ഉണ്ട് കാസർഗോഡ് നിന്ന്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ഇതുവരെ എന്നെ തൊട്ടാണ്ടല്ലോ തൊട്ടായി പങ്ക് പോയിരിക്കുന്നു. മാറി 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 എന്റെ അടുത്തല്ലേ നിൽക്കണം. മാറി ഒരു കാര്യം മനസ്സിലായോ? പിണറായി വിജയനെ പരിക്കുന്നത് അത് ആവശ്യം. എന്റെ കാറ്റാ എന്റെ ഈ വീഡിയോ ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നീലേശ്വരത്തിനടുത്താണ് ഈ സംഭവം നടന്നത്. CPMന്റെ ഊരുവിലക്കാണ് ഇതെന്ന് ആ കുടുംബം പരാതി നൽകിയിരുന്നു. വർഷങ്ങൾ നീണ്ട ഒരു തർക്കമാണ് എന്ന രീതിയിലും ഉള്ള വാർത്തകൾ വന്നിരുന്നു. അതിനിടയ്ക്കാണ് CPM വിശദീകരണം നൽകിയത്. ഇത് ഊരുവിലക്കല്ല, ഇവിടെ മറ്റ് തൊഴിലാളികളെ കൊണ്ടുവന്ന് തേങ്ങ ഇടിക്കുന്നതിലുള്ള തർക്കമായിരുന്നു, അത് അനുവദിക്കാതിരുന്നതാണ് തങ്ങൾ എന്നാണ് CPMന്റെ വിശദീകരണം. ഇപ്പോൾ KV ബൈജു ചേരുകയാണ്. ബൈജു, ഈ രാധ എന്നയാളുടെ കുടുംബം ആണല്ലോ ഇങ്ങനെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ദൃശ്യത്തിൽ തേങ്ങയിടാൻ സമ്മതിക്കാതിരുന്നത് CPM ആളുകൾ തന്നെയാണല്ലോ. അവർ പറയുന്നുമുണ്ട് പിണറായി വിജയനാണ് ഇവിടെ ഭരിക്കുന്നത്, ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ ഈ തർക്കം? തീർച്ചയായും മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPIMന്റെ പാർട്ടി ഗ്രാമമായ നീലേശ്വരം പാലായിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ MK രാധ എന്ന് പറയുന്ന ഇവർക്ക് കഴിഞ്ഞ 8 വർഷമായി വലിയ തോതിലുള്ള ഊരുവിലക്ക് നേരിടുന്ന ഒരു സ്ത്രീയാണ്. ഇവരും ഇവരുടെ പേരക്കുട്ടിയും മകളും ആണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവർ പടന്നക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ തേങ്ങയിടാൻ ആൾക്കാരെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ. മാത്രമല്ല ഇതിൽ നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായിയാണ് നാട് ഭരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പോയി കേസ് കൊടുത്ത് എന്ന് ആക്രോശിക്കുകയും ഒപ്പം കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും ഈ തെങ്ങുകയറ്റ തൊഴിലാളികളെ മർദ്ദിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. എന്തായാലും കാഞ്ഞങ്ങാട് DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ കേസ് ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം കയ്യൂർ സമര സേനാനി കണ്ണന്റെ കൊച്ചുമകൾ കൂടിയാണ് ഈ രാധ എന്ന് പറയുന്ന ഈ സ്ത്രീ. എന്തായാലും ഈ സംഭവം, ഈ വീഡിയോ വലിയ തോതിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വിശദീകരണം, ഇവിടെ ഈ തേങ്ങയിടുവാൻ വേണ്ടി അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്നു, അതാണ് ഞങ്ങൾ തടഞ്ഞതെന്നാണ്
പക്ഷെ അത് ശരിയല്ല എന്നല്ലേ ഈ ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നു. ഇവർക്ക് നേരത്തെ തന്നെ ഊരുവിലക്കുള്ളതുമായിരുന്നുവല്ലോ. പിന്നെ ഒരു തർക്കവും അവിടെ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഭൂമി തർക്കമോ എന്തോ അത്തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ടല്ലോ. തീർച്ചയായും പാലായി ഷട്ടർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഈ ഊരുവിലക്കുമായിലേക്ക് എത്തുന്നത്. ഇത് നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവർക്കെതിരെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ CPM പറയുന്നത് ആ കേസ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. അതിനുശേഷം വീണ്ടും ഇവർ ഒരു പ്രശ്നമുണ്ടാക്കാനാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യവുമായി പുറത്തു വന്നതെന്നാണ്. എന്നാൽ CPM പറയുന്ന വാദം പൊളിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ദൃശ്യത്തിൽ കൃത്യമായി ഉള്ളത്. CPM സജീവ പ്രവർത്തകരും മറ്റുമുണ്ട് ഈ ദൃശ്യങ്ങളിൽ. ഇവർ ഇത്തരത്തിൽ പിണറായിയാണ് നാട് ഭരിക്കുന്നറിയില് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ന്യായവാദവുമായി ഇപ്പോൾ CPM രംഗത്ത് വന്നത്. ഏതായാലും കാഞ്ഞങ്ങാട് DYSPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഇതുവരെ പോലീസ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്നും ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇത് നിലവിൽ ഹോസ്ദുർഗ് പോലീസിലാണ് ഇവർ DYSPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ പോലീസ് ഇതിൽ ഇപ്പോൾ കേസ് ഇതുവരെ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ പരാതി ഇപ്പോൾ ഹോസ്ദുർഗ് പോലീസിൽ നൽകിയിട്ടുണ്ട്. മഞ്ജുഷ്. ശരി, ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ വീഡിയോ ദൃശ്യം പ്രചരിച്ചതാണ്. ഇതിലാണ് ഇപ്പോൾ CPM വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഊരുവിലക്കല്ല എന്ന്. പക്ഷേ കഴിഞ്ഞ 8 വർഷമായി രാധയുടെ കുടുംബം ഊരുവിലക്ക് നേരിടുന്നുണ്ട്. നേരത്തെയും ഈ വാർത്ത പുറത്തു വന്നതാണ്. ഇങ്ങനെ ഊരുവിലക്കിന്റെ വാർത്ത പുറത്തു വന്നതാണ്. ഇപ്പോൾ തേങ്ങയിടുന്നതിന് പോലും അവർക്ക് അവകാശമില്ല എന്ന രീതിയിൽ ഈ ഊരുവിലക്ക് വന്നിരിക്കുകയാണ്. പിണറായിയാണ് ഭരിക്കുന്നത് എന്ന വെല്ലുവിളിയുമായിട്ടാണ് CPMന്റെ പ്രവർത്തകർ ഈ കുടുംബത്തിന് നേരെ ആക്രോശിച്ച് എത്തിയത്.